ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ അമ്മേ, വെറുതെ ആൾക്കാർ അമ്മയ്ക്ക് ഇത്തിരി സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചില നല്ല മെസ്സേജൊക്കെ അമ്മയ്ക്ക് ഇട്ടത്. അത് കേട്ടിട്ട് അതൊക്കെ അങ്ങനെ സത്യമാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അമ്മ ഒന്നിനെ അല്ല കണ്ണാടി നോക്കില്ല അമ്മ. അമ്മക്ക് അറിഞ്ഞൂടെ? അവരെ ജാണ് ഇത്രയ്ക്കൊന്നും വേണ്ട. അതെന്താ അറിയോ, ഇത്തിരി സ്നേഹം കൊണ്ട് ഇപ്പം നമ്മളൊക്കെ പറയില്ലേ, ഇപ്പം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ ചുന്ദര എന്ന് പറയില്ലേ, പറയട്ടോ, അങ്ങനെയൊക്കെ പറയട്ടോ നമ്മൾ. അങ്ങനെയൊക്കെ നമ്മുടെ ഒരു സന്തോഷമാവാൻ വേണ്ടി പറയും. അല്ല അതെന്താ അത് പറയുമ്പോ നമുക്ക് മുഖത്തൊരു വിഷമം? അല്ല അല്ലമ്മ, നോക്ക്, സംഭവം എന്താ അറിയോ, സുന്ദരയൊക്കെ തന്നെ പോരെ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട പോരമ്മ. അതെന്താണെന്നറിയില്ല. ഇത് പെൺകുട്ടിയോടായാലും ശരി, ചെറിയ പെൺകുട്ടിയാണെങ്കിലും ശരി, ഇനിയിപ്പോൾ ഒരു മധ്യവയസ്സാണെങ്കിലും ശരി, ഇനിയിപ്പോൾ അമ്മയുടെ വയസ്സായാലും ശരി, സുന്ദരി എന്ന് വിളിച്ച പറഞ്ഞു ഒന്നൊന്നര ചെരുപ്പാണല്ലേ അമ്മ. വല്ലാത്തൊരു ചിരി. ഇതെന്താണെന്നറിയില്ല. അതൊരു മാജിക് ആണല്ലേ. വെറുതെ അല്ല അച്ഛൻ അമ്മേനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയണത് ഞാൻ കേൾക്കാറുണ്ട്. അമ്മയ്ക്ക് ഒരു സൈഡ് ചെവി കുറവായത് കൊണ്ട് പറയണമെന്നത്ര മനസ്സിലാവില്ല. ഇതടക്കം കേട്ടിട്ടില്ല. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത്, ഒരു സബോള, പച്ചമുളക്, പുതിന, പിന്നെ മല്ലിയില, പിന്നെ ഇത് കുറച്ച് പഞ്ചസാര. അത് പഞ്ചസാര? ഓ ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ, കാണിച്ച്. തക്കാളി, പിന്നെ ഇതില് കൊറേ ഉണ്ടാവും. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താണ്, എണ്ണയില്ലാണ്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് അമ്മ അങ്ങനെ പലതും ചെയ്യും. അണ്ടിപ്പരിപ്പ് ഒരു 3 കൂട്ടി അരച്ചു വെച്ചതാണ്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി ഇത് 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്താ പറയാ, തീരെ എരിവില്ല. 4 സ്പൂൺ എടുത്തിട്ട്. എരിവേ ഇല്ല. ഈ വീട്ടിലെ ഏറ്റവും കുറവ് എരിവ് കഴിക്കുന്ന ആൾ അച്ഛനാണ്. എന്നിട്ട് അച്ഛൻ തന്നെ എരിവില്ല. തീരെ എരിവില്ല കേട്ടോ, ഒത്തിരി എരിവൊക്കെ ഇടുന്നു പറഞ്ഞു. അപ്പൊ ഞാനത് 1.5 സ്പൂൺ. പിന്നെ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഇല. പൊട്ടന്റെ ഗ്രാമ്പൂ. അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വിഷമിക്കില്ലല്ലോ? വിഷമിക്കരുത്, നേരത്തെ തന്നെ പറയുന്നുണ്ട്. അമ്മ ചെറുപ്പത്തിലെ, വളരെ ചെറുപ്പത്തില് സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ ചെവിയിൽ ഒരു വണ്ട് പോയിണ്ടാവില്ലേ? ആ വണ്ട് തിരിച്ചു വന്നോ? അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ? എന്താ പറയുക, ഞാൻ പലതും പറയുമ്പോ ഈ സൈഡ് ചെവി കൂടെ അമ്മ കേൾക്കാറേ ഇല്ല. അമ്മ നമ്മുടെ പാട്ടില് അയ്യടാ വീണാലും ചിലത് മീശ മണ്ണാവില്ല പറയും പോലെയാണ് നമ്മുടെ കാര്യം. പിന്നെ ഞാൻ ഇനിയൊരു കാര്യം ആലോചിക്കാമ്മ. ഇപ്പം അമ്മ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ, അമ്മയ്ക്കൊരു മീശയൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഭംഗിയായിരുന്നു എന്ന് ആലോചിക്കുകയാണ്. കാരണം നമ്മുടെ ആൺകുട്ടി ആണെങ്കിൽ ഈ മുഖത്തിന് മീശയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? പഠിച്ചു എല്ലാം പഠിച്ചു. അതിനെന്താ ഇപ്പൊ വേണമെങ്കിൽ നമുക്കൊരു മീശയൊക്കെ വരുത്താം, വേണമെങ്കിൽ വരുത്താട്ടോ. ഒരു മീശ ഉള്ളത് കൊണ്ട് ഒരു പ്രൗഢിയാണ് അമ്മയ്ക്ക്. അത് ആലോചിച്ചമ്മ. അപ്പൊ എന്താടാ മീശ ഇല്ലാത്ത സൽമാൻ ഖാനും ഷാറുഖ് ഖാനും അമീർ ഖാനും ഒക്കെ ഒരു പ്രൗഢി ഇല്ലെന്ന് നീ പറയണത്? എന്താട്ട്? പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം. ഉള്ളിയാണ് ഇപ്പൊ മാർക്കറ്റിലെ രാജാവ്. അതല്ല പറയാം, അതാണ് ഇപ്പൊ അതാണ് ട്രെൻഡിങ്ങിലുള്ളത്. ഒരു പ്രാവശ്യം വരും, ഒരു കുറച്ച് ദിവസം നിൽക്കും. അപ്പോഴൊക്കെ ആൾക്കാരെന്ത് ചെയ്യും, ഇനി ഉള്ളിക്ക് എന്തോ വിലയാവെന്ന് പറഞ്ഞിട്ട് എല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോണ്ടാവും ഒറ്റയടിക്ക് വില പറഞ്ഞു. ഇങ്ങനെ ഒരു മണ്ടൻ കഴിഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ മണ്ടൻ ആരാണോ? ലോകത്ത് ഏതൊക്കെ വണ്ടിക്കാരൊക്കെ ഉണ്ട്, ആ വണ്ടിക്കാരൻ്റെ അടുത്തൊക്കെ സപ്പോള കൊടുത്തു കൊടുക്കും. പിന്നെ പക്ഷെ ഒന്നുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ സബോള ഒരു വിലയില്ലാണ്ടായി അല്ലേ? അപ്പൊ അമ്മ പറയാണ് ഇത് എടുത്തുകൊണ്ട് റോഡിൽ കൊണ്ടുപോയി വിൽക്കടാ. അതും പറയുക അമ്മ. ഈ അമ്മയ്ക്ക് ഒരുപാട് ഉപകാരം ചെയ്യാൻ പോകാൻ പാടില്ല. അപ്പൊ പ്രാണസഖന്റെ അടുത്ത് പറയാണ്, മോനേട്ടാ ഇവനാ വണ്ടിയിൽ എടുത്തുകൊണ്ട് റോഡ് സൈഡിൽ എടുത്തിട്ട് പോയ സബോളൊക്കെ വെച്ചിട്ടാണ് വെച്ചത്. കൊണ്ടുവന്നപ്പോ എന്ത് സന്തോഷമായിരുന്നു. കണ്ടോന്ന് മോനേട്ടാ, എന്റെ മകന്റെ അച്ഛനാണ് ചീത്ത പറഞ്ഞത്.
സവോള കഴിച്ചു വെക്കാം. അപ്പൊ ഞാനെന്താ പറഞ്ഞത്, എന്താ ചെയ്യാ, കൊണ്ടുവന്നില്ലേ പാവം, അതെന്ത് വില കൂടുതലാണ്, ഇനിയും കൂടുതലാച്ചിട്ട് കൊണ്ടുവന്നത്. അങ്ങനെയൊന്നല്ല അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞത് ഇത്രയും കൊണ്ടുവന്നിട്ട് അത് കേടുവന്നു, സവോള അങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ കേട്ടോ. അതൊന്നല്ല, പാവം അവൻ വില കൂടുമ്പോൾ എന്നിട്ട് കൊണ്ടുവന്നില്ല. അവനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലല്ലോ മോനട്ടാ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയാണ്, അത് കഴിഞ്ഞിട്ട് പറയാണ് ഇത് അവന്റെ തലയിലേക്ക് കൊണ്ടുപോയിട്ട് റോഡ് സൈഡിൽ വിൽക്കാൻ പറയാൻ അടുത്ത് എവിടെ കൊണ്ടുപോയി കളയാന്ന്. ഇത് രണ്ടും അമ്മ തന്നെയല്ലേ പറഞ്ഞ്. എങ്ങനെ വിശ്വസിക്കാമ? എങ്ങനെയാമ്മ വിശ്വസിക്കുക? അല്ല പിന്നെ വിശ്വാസം അതല്ലേ അമ്മ ജീവിതം. ഇതൊരു സാധനം കണ്ടുപിടിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്തോരം ജനങ്ങൾ ജീവിക്കണ്ടായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ട് ജീവിക്കണ്ടായിരുന്നു അല്ലേ? അല്ലാണ്ട് എന്താ ദിവസം എങ്ങനെ ഈ മീനൊക്കെ കഴിക്കുക? ഈ കോഴി ശരിക്കും പറഞ്ഞ ജാതിയില്ല അമ്മ. അപ്പൊ അമ്മ പറയും നാടൻ കോഴി വേറെ ജാതിയല്ലേ? അല്ല കേട്ടോ, ഇതെങ്ങനെ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളത്, ബോയിലർ എന്ന് പറഞ്ഞാൽ ദുബായിൽ നിന്ന് വരുന്നത്. അമ്മ അത് കാട്ടുപോയ കാരണം കൊണ്ട് കാട്ടുകോഴി എന്ന് പറയാം. ജാതിയില്ല അമ്മ, കോഴി കോഴി തന്നെയാണ് അമ്മ. അത് ആണും പെണ്ണും. അമ്മ മണ്ടി അമ്മ ഇവിടെ കേക്ക് കൊല്ലും ഞാൻ. അമ്മ ഇവിടെ കേക്കമ്മ, ഞാൻ പറയണമെന്ന് കേക്ക്. ഇപ്പൊ നമ്മളിവിടെ വിദേശ മലയാളി എന്ന് പറയില്ലേ, അതാണ് ബോയിലർ കോഴി. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ വിദേശികൾ എന്താ പറയുക? നാടൻ മനുഷ്യർ. അതാണ് നാടൻ കോഴി. മനസ്സിലായ? പിന്നെ അമ്മ എന്താ പറഞ്ഞ കാട്ടുകോഴി. അതെന്താ പറയുക, ആദിവാസികൾ എന്നൊക്കെ പറയില്ല, കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? അവര് മഞ്ഞൾ ഇട്ടു. ആദ്യം ഇട്ടതൊക്കെ അമ്മ ആദ്യം പറഞ്ഞല്ലോ. ഞാൻ എന്തിനാ അതൊക്കെ ഓർക്കണേ? ഇതൊന്നും ക്യാമറമാന്റെ ഡ്യൂട്ടി അല്ല. ആണോ? ഇത് എന്റെ ഡ്യൂട്ടിയാണോ? ഇപ്പൊ മനസ്സിലായോ? കോഴിയുടെ ജാതിയിലെ കോഴീനെ കോഴീന്ന് തന്നെ വിളിക്കുക. നമുക്ക് അപ്പോഴാണ് അതിനൊരു പ്രത്യേകത. ഇത് എനിക്കൊരാൾ ഐഡിയ പറഞ്ഞത്. അന്നോട്ട് ഞാനിത് ഇങ്ങനെ വെക്കും. പിന്നെ ചിലപ്പോൾ മുളകൊക്കെ തിരിഞ്ഞ് വെച്ചിട്ട് വെക്കും കേട്ടോ. അത് വേറെ കഴിക്കും. എന്തിനാ തിരുമ്പിയൊക്കെ വെക്കുന്നത്? തിരുമ്പി വെക്കുക, ഇങ്ങനെ മുളകും എല്ലാ മഞ്ഞളും മസാലയൊക്കെ തിരുമ്പി. ഓ, ആ തിരുമ്പല് നമ്മൾ പണ്ട് കാലത്ത് പറയും ഇടുപ്പിൽ ഇങ്ങനെ നോട്ട് തിരുമ്പി വെച്ചു, ഒന്നും വെറ്റില തിരുമ്പി വെച്ചു. ആ തിരുമ്പലല്ല, ഇതാണ് ഉപ്പ്. ഇതാണ് ഉപ്പ് എന്നല്ല ഞാൻ പറഞ്ഞു. നല്ല ആവശ്യമുള്ള ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഒന്നും ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ടില്ലേ? പിന്നെ എന്തിനാ വെറുതെ വെള്ളം ഒഴിക്കണായിരുന്നു? ഇനി ചതച്ചത് അല്ല അമ്മക്ക് ഈ മൂക്കിലെ ശുണ്ടി അത്ര നല്ലതല്ല കേട്ടമ്മ. മൂക്കിന്റെ തുമ്പത്തിന്റെ ശുണ്ടി ഉണ്ടല്ലോ, അത്ര നല്ലതല്ല. കുറച്ചല്ലല്ലോ, ഇത് ഓവറ ശുണ്ടിയാണ് നമുക്ക്. പച്ചമുളക് 2 എണ്ണം, അതും എരിവില്ലാത്തതാണ്. മനുഷ്യന്മാർക്ക് ഇങ്ങനെ എരിവാകുമ്പോൾ ബാക്കിയുള്ളതിനൊക്കെ എരിവ് പോകും. കുറച്ച് പുതിന. മനുഷ്യന്മാർ ഏത് നേരത്തെ എരിവും കൊണ്ട് നടക്കില്ലേ? ഇന്ത്യ മതി അമ്മക്ക് എരിവാണ്. ഓ, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു 2 മിനിറ്റ്. ഒരു സൈഡ് ശരീരം എന്തായാലും പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാം കേൾക്കുന്നുണ്ട് മകനെ. അതൊക്കെ ഉണ്ടല്ലേ അമ്മ? നീ ഭയങ്കരമാണ് കേട്ടോ. എത്ര മെല്ലെ പറഞ്ഞ് കേട്ടു അമ്മ. ചെവി എന്തായിട്ടിരിക്കാന്ന്? ചെവി പൊട്ടിയിട്ടൊന്നും. ആ, പൊട്ടിയിട്ട് അങ്ങനെ കണ്ടോ? കണ്ട കാട്ടിലെ പെൺസിംഹത്തിനെ പോലെയാണ് നോട്ടം. എങ്ങനെയാണപ്പോ ഇങ്ങനെയുള്ള അമ്മമാരൊക്കെ മക്കളൊക്കെ പേടിച്ചിട്ട്.
എരിവുള്ള മുളക് പൊടി ഇടുന്നവർ ഇത്രയും ഉണ്ടാവും. മക്കളെ പേടിച്ച് പേടിച്ച് മക്കളുടെ പ്രഷറൊക്കെ ലോ ആയി പോകുന്ന തോന്നുന്നു. മല്ലിപ്പൊടി 1 സ്പൂൺ. അമ്മ പേടിപ്പിച്ചും പീഡിപ്പിച്ചും മക്കളെ വളർത്തരുതമ്മ. ഇങ്ങനത്തെ മക്കളെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് വളർത്തുന്നത്? അത് പറയും നല്ലത് പറഞ്ഞു വളർത്തുക. നല്ലതന്നെയല്ലേ പറഞ്ഞു. ഈ നോട്ടം കൊണ്ട് നമുക്ക് എണ്ണയിൽ മൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. മുളക് അത് നമ്മൾ ഒന്നാമത് ഇത് ചൂടാക്കിയൊക്കെ പൊടിപ്പിച്ച് വെച്ചതാണ്, മനസ്സിലായോ? അപ്പോൾ അത് എണ്ണയിൽ ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എണ്ണയിൽ ഇടേണ്ട ആവശ്യമില്ല. ഇനി വേവാനുള്ള വെള്ളം ഒഴിക്കുക. ഇപ്പോൾ ഇതിന് നമുക്ക് ശരിക്കും ഒരു 10 മിനിറ്റ് എടുത്തു അല്ലേ? അത് വേണ്ട. ചിക്കനൊക്കെ അല്ല പറയാ, ഓരോന്നിൻ്റെ സമയം ശ്രദ്ധിക്കണേ. അപ്പം ഇത് അടച്ചു വെക്കണം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങളെ ഞങ്ങൾ ഇത്രയൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് നൽകി കഴിക്കും. ഇനി നിങ്ങൾ ഒത്തൊരുമയോടെ വെച്ചോളൂ. അങ്ങനെയല്ല, അതൊക്കെ എടുത്ത് വിവരത്തോടെ നിങ്ങൾ ജീവിച്ചോളൂ. ഞങ്ങൾ പിന്നെ വന്ന് കഴിച്ചോളാം. ഇതിന് വേവട്ടെ. നിങ്ങൾ ജീവിച്ച് ഏതാണ്ട് അടിപൊളിയായെന്ന് തോന്നുമ്പോൾ ഞങ്ങളെടുത്ത് മേടിക്കോളാം. ഭക്ഷണത്തോടെ നമ്മൾ ഞാനോ അമ്മയോ? നീ എന്നും അമ്മ ഒരു കാര്യം പറയുമല്ലോ. അതെ, ഒരു കുടുംബം, അതായത് ഭാര്യ ഭർത്താവ്, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ അവർ സന്തോഷം കേട്ട് പിന്നെ അതെന്താ ചെറുപ്പത്തെ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് ദിവസം മാത്രം സന്തോഷം? അങ്ങനെയല്ല, പിന്നെ അവർക്ക് കുടുംബ ബാധ്യതകൾ വരും. കുട്ടികളാവും, അവരുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ. കുട്ടിയോടായ സന്തോഷം പോയി, അതാണ് പറയണത്. സന്തോഷം പോയിട്ടല്ല, ഒരു ചിന്തയില്ലാണ്ട് ഉത്തരവാദിത്തങ്ങൾ കൂടി ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതെ സന്തോഷിക്കുന്ന ദിവസമാണ് ഞാൻ പറഞ്ഞത്. സന്തോഷം ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അതെന്നും ഉണ്ടാവും, മനസ്സിലായോ? ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ അവര് ജീവിച്ചു. പിന്നെ മക്കളായി, അവരുടെ കാര്യങ്ങൾ, ചെറിയ കുട്ടിയാണെങ്കിലും അതിന്റെ കാര്യങ്ങൾ നോക്കലും, പിന്നെ ആ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പല ചെയ്തും കൊണ്ട് അവരുടെ സംസാരമൊക്കെ എന്ന് പറയും. ആര്? ഈ ഭാര്യ ഭർത്താവ്. സംസാരം പറഞ്ഞ് അവർക്ക് സംസാരിച്ച് പണ്ടത്തെ പോലെ ചിരിച്ചും കളിച്ചും അങ്ങനെ ഉള്ളത് പറഞ്ഞിട്ട് അവരുടെ രീതി ഒന്ന് മാറും. അതായത് ഭർത്താവിന്റെ നോട്ടം കണ്ട എന്താണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവും. ഭാര്യയുടെ ഒരു നോട്ടോ ഒരു ചിരിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഭാവം കണ്ട ഭർത്താവിന് മനസ്സിലാവും. അങ്ങനെ തമ്മിൽ അവരൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. എനിക്കിപ്പോ മൊത്തത്തിൽ മനസ്സിലാവുന്നുണ്ട്, ഇതിവിടെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ പക്ഷെ മറ്റുള്ളവർ വിചാരിക്കും ഇവരെന്താ ഒരു ജോലിയില്ല, എന്താല്ലേ സുഖമായിട്ട് ജീവിക്കുകയെന്ന് വിചാരിക്കും. പക്ഷെ പരസ്പരം അവർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓരോ നോട്ടത്തിലും ഭാവത്തിലും അർത്ഥങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ആ ദമ്പതികൾ, മനസ്സിലായോ? അങ്ങനെയുള്ളവരാണ് ശരിക്കുമുള്ള ഒരു ദമ്പതികൾ. എല്ലാം ഭർത്താവിൻ്റെ ഓരോ നോട്ടവും ഭാവവും എല്ലാം മനസ്സിലാക്കുക, ഭാര്യയുടെ അതുപോലെ. അല്ലാണ്ട് കുറേ പിന്നാലെ നടന്ന് കൊഞ്ചി കുഴഞ്ഞ് ഡാർലിങ് സ്വീറ്റ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനസ്സിലാക്കണം, ഉള്ളിൻ്റെ ഉള്ളിൽ ഭാര്യ എന്താണെന്നും ഭർത്താവ് എന്താണെന്നും മനസ്സിലാക്കി അവർ അധികം സംസാരിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിലെ ആ ഭാവനകൾ പരസ്പരം രണ്ടുപേർക്കും അറിയാം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാനൊന്നും അവർക്ക് അറിയില്ലെങ്കിലും അവരുടെ ജീവിതം അതിനേക്കാളും അർത്ഥപൂർണമായിരിക്കും. അങ്ങനെ ഒരു ഭാര്യ ഭർത്താവ് കേട്ടോ. അപ്പം അങ്ങനെ അവർ ഒരു മോനുണ്ട് അവർക്ക്. ആ മോൻ വേറെ സ്ഥലത്ത് ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞു, അതിൽ 2 മക്കളൊക്കെ ആയി. അവർ വേറെ സ്ഥലത്ത് ജീവിക്കുകയാണ്. ഇവിടെ അച്ഛനും അമ്മയും തറവാട്ടിൽ അവരും ജീവിക്കുക. അപ്പോൾ നല്ല സ്നേഹത്തോടെ അവർ പിന്നെ ഇപ്പോൾ മകൻ്റെ കാര്യം ഒരു മകനല്ലേ ഉള്ളൂ, അവരുടെ കാര്യങ്ങളും എല്ലാം സെറ്റിലായതിനു ശേഷം ഇവരുടെ ജീവിതമല്ലേ, ഇവര് ജസ്റ്റ് കഴിച്ചു സന്തോഷത്തോടെ അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ജീവിതം കേട്ടോ. അങ്ങനെ ഇവര് അപ്പോൾ ഈ ഭർത്താവ് എങ്ങനെ അറിയോ? രാവിലെ എണീറ്റിട്ട് വാക്കിങ് പോകും. അടുത്തുള്ള കുറച്ച് വാർത്താക്യത്തിൽ ഉണ്ടാവുമല്ലോ കുറേ ഫ്രണ്ട്സൊക്കെ, ആ സമയത്തുള്ള ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അവരെല്ലാവരും കൂടി വാക്കിങ് പോകും. മോർണിംഗ് വാക്ക് പോകും. മോർണിംഗ് വാക്ക് പോകുമ്പോൾ ഭാര്യ എപ്പോഴും ഒപ്പണിക്കും. ചില സമയത്ത് അവർ കിടക്കും. അപ്പോൾ ഭർത്താവ് പറയും, എന്തിനാ നീ എൻ്റെ ഒപ്പം അങ്ങനെ എണീക്കുന്നത്? ഞാൻ വരുമ്പോഴേക്കും ഒരു ചായയൊക്കെ ഉണ്ടാക്കിയ പോലെ, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, നീ കിടന്നോ എന്ന് പറയും. പക്ഷെ ഇവർ എന്നാലും കിടക്കില്ല. ചിലപ്പോൾ എപ്പോഴെങ്കിലും വയ്യായി വരുന്ന സമയത്ത് അവരൊന്ന് കിടക്കും. അങ്ങനെയാണ് അവർ. അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ വാക്കിങ് പോകുന്ന സമയത്ത് ഇവർ കിടക്കുകയാണ്. അപ്പോൾ തലേ ദിവസം നന്നായി സംസാരിച്ച് അവരിങ്ങനെ ഉറങ്ങിയതാണ്. കുറേ നേരം വൈകി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ പറഞ്ഞു, ഇന്നലത്തിന് നേരം വൈകി കിടന്നത് കാരണമായിരിക്കും, ഉറങ്ങട്ടെ അവള് എന്ന് പറഞ്ഞ് ആട് വാക്കിങ് പോയി, വാതിൽ ചാരി എന്നും പോണ പോലെ പോയി. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ചാരി വാതിൽ അതേപോലെ കിടക്കുകയാണ്.
അപ്പോൾ ആള് വിചാരിച്ചു എന്താ അത് അവിടെ എനിക്കിട്ടില്ല ഇങ്ങനെ എന്താണാവോ വല്ല ക്ഷീണമായിരിക്കും, എപ്പോഴും മനുഷ്യന് ഒരേപോലെ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് ആള് വേഗം പോയി അടുക്കളയിൽ പോയപ്പോൾ അവിടെ ചായ ഒന്നും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചായയൊക്കെ വെച്ച് രണ്ടുപേരും ഉമ്മർത്തിരുന്ന് കഴിക്കുക, അങ്ങനെയാണ് പതിവ്. അപ്പോൾ ആള് വേഗം ഇത് പതിവല്ലല്ലോ എന്ത് പറ്റിയാവോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് അവരെങ്ങനെ വിളിച്ചപ്പോൾ വിളി കേൾക്കുന്നില്ല. അപ്പോൾ തൊട്ടപ്പോൾ ഐസ് പോലെ ആയിരിക്കണം ശരീരം, പെട്ടെന്നൊരു ഞെട്ടൽ. അത്രയും ദിവസം കൂടെ എന്താ പറയുക, ഒരു കൂട്ടുകാരിയായും ഒരു സഹോദരിയായും അമ്മയ അങ്ങനെ പല രൂപത്തിൽ അവരുടെ കൂടെ ആ ആളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ അങ്ങനെ ഒരു വാക്ക് പോലും പറയാണ്ട് യാത്രയായി. അതായത് ആളുടെ അടുത്തന്നെ കിടന്നിട്ട് ആൾ അറിയാണ്ട് യാത്രയായി. അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു വിഷമം എത്ര ഉണ്ടാവും. ആ മനുഷ്യൻ ആകെ എന്താ പറയുക നിശബ്ദനായിപ്പോയി. പക്ഷെ എന്നാലും ഈ കാര്യം ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കണ്ടേ. അപ്പം അങ്ങോട്ട് വേഗം അടുത്തുള്ള ഒരാളിനെ ഫോൺ ചെയ്തിട്ട് താനൊന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളുടെ ഇതിലെ ഒരു ആ വാക്കിലെ ഒരു ഇത് കണ്ടിട്ട് അങ്ങോട്ട് വേഗം അടുത്തുള്ള വീട്ടിലൊരാൾ ഓടി വന്നു നോക്കി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ റൂമിലേക്ക് ഇങ്ങനെ കാണിച്ചു. അവിടെ പോയി നോക്കി പഴക്കം. അങ്ങനെ ആൾക്കാരൊക്കെ വന്നു, മകനെ അറിയിച്ചു, എല്ലായി. പിന്നെ കാര്യങ്ങൾ അയാൾ നിശബ്ദനായി ഒരേ ഇരിപ്പായിരുന്നു. ആ കണ്ണിന് വെള്ളം കൂടി വരുന്നില്ല. കാരണം ഒരുപാട് സങ്കടം വരുമ്പോൾ ചിലർക്ക് ദുഃഖം വരില്ല, ദുഃഖം അടഞ്ഞു കിടക്കല്ലേ. അപ്പൊ ചില സമയത്ത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ആ അച്ഛനെ നമുക്ക് ഇവിടെ നിർത്തണ്ട. അമ്മയും അച്ഛനും കൂടി അത്രയും സ്നേഹത്തിലുണ്ടായിരുന്നത് കൊണ്ട് ആൾക്കിവിടെ അത് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകണ്ടെന്നുള്ള തീരുമാനം കൊണ്ട് മകനും എല്ലാവരോടും ഇങ്ങോട്ട് അവിടെ വിട്ടു പോകാൻ മനസ്സിനെയും കൂടി നിർബന്ധിച്ച് കൊണ്ടുപോയി. ആ മകൻ താമസിക്കുന്ന നാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി മകൻ നല്ല ഒരു അന്തരീക്ഷത്തിൽ അച്ഛനെ വെച്ചു. അതായത് ആ മകൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല മുറി, AC, എല്ലാ സൗകര്യങ്ങളും ഉള്ള മുറി ആൾക്ക് കൊടുത്തു. ആളുടെ സഹായത്തിന് ഒരാളെയും വെച്ചു കൊടുത്തു. അതായത് ആളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചാൽ എടുത്തു കൊടുക്കാനും പിടിക്കാനൊക്കെ അങ്ങനെ അവിടെ. അപ്പോഴും ഇങ്ങോട്ട് ആ റൂമൊന്നും പുറത്തും വരില്ല, മിണ്ടുമില്ല. എന്നാൽ ഈ വീട്ടിൽ ചോദിക്കണമില്ല എന്താ അച്ഛൻ പുറത്തിറങ്ങാത്തതെന്ന്. അവരുടെ വിചാരം എന്താന്ന് പറഞ്ഞാൽ അച്ഛൻ എല്ലാ സൗകര്യങ്ങളും കൂടിയാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്, അച്ഛന് കുറവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പോൾ ഒരു ദിവസം ഇയാളുടെ ഒരു 5-6 മാസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഈ മകൻ്റെ കൂട്ടുകാരനോട് വന്നു. കൂട്ടുകാരൻ വന്നിട്ട് അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അച്ഛന് കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ അച്ഛനെ നല്ല അടിപൊളിയായി നോക്കുന്നുണ്ട്. പക്ഷെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛനെ സംസാരമൊക്കെ കൊടുക്കും. എന്ത് അച്ഛൻ സംസാരം കൂടി നല്ല സംസാരിക്കുന്ന ആളായിരുന്നല്ലോ, അങ്ങനെയായോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിൽ പോയി. മുറി പോയിട്ട് അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ, സുഖമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് പരമാനന്ദ സുഖമല്ലേ, അതുകൊണ്ടില്ലേ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഒരാൾ മിണ്ടാനോ പറയാനോ പേരക്കുട്ടികളോ മക്കളോ ആരും ഒന്നിനും ഇല്ല. എങ്ങനെയായിരുന്നോ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ജീവിതം. ഇതെന്താണ് സ്വർണ്ണക്കൂട്ടിലടച്ച ഒരു കിളിയെപ്പോലെയല്ലേ. ഈ ജീവിതമാണോ നമുക്ക് വാർദ്ധക്യത്തിൽ വേണ്ടത്? പരസ്പരം സംസാരിക്കാനും സ്നേഹം പങ്കിടാനും ഇല്ലാണ്ട് കുറെ ഭക്ഷണം കഴിക്കാനും വന്ന് നമ്മുടെ അടുത്തൊന്ന് കളിക്കുക, കഥ പറയുക, പിടിക്കുക, നമ്മൾ അവരെ കളിപ്പിക്കുക. അല്ലെങ്കിൽ പുറത്ത് എന്താ അച്ഛാ ഈ മുറിയിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു, പുറത്തൊക്കെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് പറയാനോ ഒന്നിനും ഇവർക്ക് സമയമില്ല. എല്ലാം മെക്കാനിക്കൽ യാന്ത്രികമായ ഒരു ജീവിതമാണ്. ആ ജീവിതമാണോ ഇവർക്കുള്ള? ഇതേ തിരക്കായിരുന്നു എനിക്കും ചെറുപ്പത്തിൽ, എനിക്കും എൻ്റെ ഭാര്യ. പക്ഷെ അന്നൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ കുട്ടി ഒന്ന് നിശബ്ദനായ ചോദിക്കും എന്താ അവൻ നിശബ്ദനായിരിക്കണത്, അവനെന്ത് പറ്റിയെന്ന് നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ അച്ഛൻ അമ്മേനോട് ചോദിക്കും ആ കുട്ടി അവിടെ തനിച്ചാണെന്നും ആ കുട്ടിയുടെ അടുത്ത് പോയിരിക്കൂ, അല്ലെങ്കിൽ അച്ഛൻ അമ്മേനോട് പറയും. പക്ഷേ ഈ വയസ്സാം കാലത്ത് ഇവരിൽ ഒരാൾ പോയി കഴിഞ്ഞിട്ട് ഒരാൾ തനിച്ചാവുമ്പോൾ തീർച്ചയായിട്ടും അന്വേഷിക്കാനും കൂടി ആളുണ്ടാവില്ല. കൂട്ടുകാരൻ പറഞ്ഞു ഇതാണോ നിന്റെ അച്ഛന് നീ കൊടുക്കുന്ന ജീവിതം, ഇതല്ല വാർദ്ധക്യ കാലത്ത് വേണ്ടത്. അങ്ങോട്ട് സ്നേഹവും സാന്ത്വനവും ആ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഇതില്ലേ, ആ സ്നേഹം അമ്മയെ നിങ്ങൾ മറക്കാനുള്ള ഒരു ഇതാണ് നിങ്ങൾ സ്നേഹം കൊടുക്കേണ്ടത്. അതൊന്നും കൊടുക്കാണ്ട് നിങ്ങൾ ഈ കൂട്ടിലടച്ച പോലെ എല്ലാ സൗകര്യമുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതല്ലടാ ജീവിതം എന്ന് ആ കൂട്ടുകാരൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് മനോഹരമായ കാലം എന്ന് പറയും അല്ലേ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുള്ളിടത്തോളം കാലം നമ്മളെന്നും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒന്നുണ്ട്, അവരിൽ ഒരാൾ നമ്മളെ വിട്ടുപോയാലും നമ്മളെപ്പോലുള്ള മക്കൾക്ക് യഥാർത്ഥത്തിൽ ചെറിയ കുടഞ്ഞു പോയ ഒരു കുഞ്ഞു കുരുവികളെ പോലെ ആവില്ലേ നമ്മളൊക്കെ. നമുക്ക് ഒരാൾ പോയാൽ തന്നെ അങ്ങനെ 2 പേരും പോയാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒന്നുമില്ല.
അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഒരു അച്ഛനും അമ്മയും അതുപോലെ ഒരാൾ പോകുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? കാരണം നമുക്ക് അവരുടെ ആവശ്യമുണ്ട്. കാരണം അച്ഛനും അമ്മയും നമുക്ക് എന്തോ ആവശ്യമാണ്. അപ്പോൾ അവരിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ തന്നെ നമ്മൾ ശരിക്കും ചിറ കൊടുത്തു പോയ ഒരു പക്ഷികളെ പോലെയാണ്. അപ്പോൾ രണ്ടുപേരും ആ ബാല്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അതേപോലെയാണ് വാർദ്ധക്യം ബാധിച്ച അച്ഛനാവട്ടെ അമ്മയാവട്ടെ, അവർക്ക് ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സത്യത്തിൽ അവരുടെ ബലം, അവരുടെ ശക്തിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ സമയത്ത് അവർക്ക് ബലമാവേണ്ടതും ശക്തിയാവേണ്ടതും തണലാവേണ്ടതും നല്ലൊരു സുഹൃത്താവേണ്ടതും നമ്മുടെ കടമയാണ്. നമ്മുടെ ചെറുപ്പത്തിലെ ഏറ്റവും നല്ല ഫ്രണ്ട് ആരാ? അച്ഛനും അമ്മയല്ലേ. അപ്പോൾ അവരുടെ വാർദ്ധക്യകാലത്തിൽ അവർക്ക് ഏറ്റവും നല്ല ഫ്രണ്ട് ആവേണ്ടത് ആരാ? അച്ഛനും അമ്മയല്ലേ? അല്ല, മക്കളല്ലേ, സോറി, അച്ഛനും അമ്മയല്ല. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മളെ കാത്തിരിക്കാനും ഇഷ്ടപ്പെടാനും ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? അവരൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നാണ് അവർ നമ്മൾ എന്നാണ് അവർ സ്നേഹിക്കാൻ തുടങ്ങിയത് യഥാർത്ഥമായിട്ട്? നമ്മൾ ആരൊക്കെയോ ആയതിനു ശേഷം, നമ്മൾ എന്തൊക്കെയോ ആയതിനു ശേഷം. പക്ഷെ ഒന്നാലോചിക്കണം, നമുക്കൊരു രൂപം പോലും ആകാതിരുന്ന കാലത്ത്, നമ്മുടെ ഈ ഭൂമിയിൽ വരുന്നേക്കാളും മുമ്പ് നമുക്ക് വേണ്ടി കാത്തിരുന്നവരാണ് ആ രണ്ടുപേരും. അപ്പോൾ അവൻ്റെ ജീവിതം, അവൻ്റെ ആ സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് അവരത് മറന്ന് നമുക്ക് വേണ്ടി മാത്രം അവരുടെ ആയുസ് മുഴുവനും ജീവിച്ച രണ്ട് വ്യക്തികളെ, രണ്ട് ആത്മാക്കളാണ്. ഇവരോടും സ്നേഹം നൽകിയവർ നമുക്ക് ആരുമില്ല, ഇവരോടും സ്നേഹം നൽകാനും നമുക്ക് ആരുമില്ല. ഒരു ഭാര്യ ഭർത്താവിന് സ്നേഹം നൽകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വൈബുണ്ട്. ഞാൻ നിനക്ക് നൽകുന്നു, നീ എനിക്ക് നൽകുന്നു. സ്നേഹം പരസ്പരം നൽകുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. പക്ഷേ എത്രത്തോളം സ്നേഹം നൽകിയാലും തിരിച്ചു കിട്ടാത്ത ചിലരുണ്ട് ഈ ഭൂമിയിൽ അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട്. ചില അച്ഛനമ്മമാരൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ ലോകത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മളൊക്കെ ഈ ലെവലിലെത്തുമ്പോൾ നമ്മളിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ എന്തോ ആയതിനു ശേഷമാണ്. നമ്മളൊന്നും ആവാത്ത കാലത്ത്, നമ്മുടെ ഒരു അമ്മയുടെ ഗർഭപാത്ര രൂപം കൂടും കൊള്ളേന് മുമ്പ് നമുക്ക് എന്ത് ആണാണോ പെണ്ണാണോ, നമ്മൾ എങ്ങനെയുണ്ടെന്ന് അറിയണക്കാട് മുമ്പ് നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ കാത്തിരിക്കുകയും ചെയ്ത് ആ രണ്ടുപേരിനെക്കാട്ടിനും വലുതായി സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ എന്തുണ്ട്? എല്ലാവരും പറയില്ലേ, എന്തിനാണ് ഇത്ര സ്നേഹിക്കുന്നത്? ഇത്തിരി കുറച്ചുകൂടെ പറയില്ല. ഇത്ര സ്നേഹിച്ചാലും പോരാ, ഈ ജന്മം മുഴുവൻ നൽകിയാൽ എന്തിന്? ഇങ്ങനൊരു സന്ദർഭം നാളെ വരികയാണെങ്കിൽ ചില മക്കളങ്ങനെ ചിന്തിക്കാം. എങ്ങനെ അറിയോ? ഈ ലോകത്ത് നിങ്ങൾക്ക് ആയുസ് കൂട്ടി കിട്ടാൻ ഞങ്ങളുടെ ആയുസ് പോട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട ഒരു കാലം വന്നാൽ തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം എന്താ അറിയോ? ഈ ലോകത്ത് നിസ്വാർത്ഥമായൊരു സ്നേഹത്തിൻ്റെ പേരാണ് അച്ഛനും അമ്മയും. കാരണം അവർ സ്വപ്നങ്ങൾ കാണുന്നത് എന്നോ നിർത്തി. കാരണം അവരുടെ സ്വപ്നങ്ങൾ മുഴുവൻ മക്കളിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അവർ സന്തോഷമായി ജീവിക്കുന്നത് അവർ കാത്തിരുന്ന് കണ്ടു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവും. എന്താ അറിയോ? തിരിച്ച് നമ്മുടെ പറയാതെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന മക്കളെ, അങ്ങനെയുള്ള മക്കളുകൾ വളരട്ടെ, വലുതാവട്ടെ. സമൂഹത്തിന് എന്നും നന്മയുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറണമെങ്കിൽ, നമ്മുടെ ഈ മണ്ണ്, നമ്മുടെ ഈ ജനാംഗം മാറണമെങ്കിൽ, നമ്മൾ ആദ്യം ഒരിക്കലും ഒരു കാരണവശാലും ഒന്നിനും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആ രണ്ട് പേര് അച്ഛനും അമ്മയും. അവർ എല്ലാ കാലവും അവർ എത്രത്തോളം വയസ്സാവണോ അത്രത്തോളം അവരെ കുഞ്ഞുങ്ങളെ പോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എന്തിന് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഉരുള വാരിക്കൊടുത്ത് നോക്കൂ. ആ കണ്ണിൽ വരുന്ന രണ്ട് തുള്ളി കണ്ണീരില്ലേ, അതിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. അവർ അറിയാണ്ട് മനസ്സിൽ ദൈവമേ എന്നൊന്ന് വിളിക്കില്ലേ? എത്രയോ അകലെ ഇതുവരെ നമ്മൾ കാണാത്ത ദൈവം പോലും നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന പറയണത്. അമ്പലങ്ങളും ആലയങ്ങളും പ്രാർത്ഥനാലയങ്ങളും തേടുന്നതിനേക്കാളും മുമ്പ് നിങ്ങളെ നോക്കിയവർക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഒരു ദിവസത്തിൽ, എല്ലാ നേരം അച്ഛനമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം ഒരിത്തിരി നേരം അച്ഛനമ്മേൻ്റെ കാൽച്ചുവട്ടിലോ അല്ലെങ്കിൽ അച്ഛനമ്മേൻ്റെയും തോളത്തൊന്ന് തലചായ്ച്ചിട്ടോ, ഒരു കൂട്ടുകാരനെ പോലെ അച്ഛൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കൈ വെച്ചിട്ടോ ഒരു 2 കൊച്ചു വർത്താനം പറഞ്ഞു നോക്കൂ. ആ മനസ്സൊന്നും കൂടി ചെറുപ്പാവും. അവരൊന്നും കൂടി എന്താ പറയുക, ആ വാർദ്ധക്യ കാലം അവർക്ക് അത്ര വയസ്സായി എന്ന് പോലും തോന്നില്ല അല്ലേ? അവർ വയസ്സെന്ന് പറയുന്നത് ജസ്റ്റ് നമ്പറാണ്. ആത്മാവിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും സന്തോഷം ഉണ്ടെങ്കിൽ എത്ര പ്രായം 90 വയസ്സായാലും കുഞ്ഞു കുട്ടികളെ പോലെയാണ്. അങ്ങനെ കുട്ടികളെ പോലെ ആക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കണ്ട, നിങ്ങളുടെ സമയം മാത്രം ചിലവാക്കിയാൽ മതി അല്ലേ? ഇത്ര എനിക്ക് പറയാറിയുള്ളൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ അച്ഛനും അമ്മമാരെ സ്നേഹിക്കുന്ന മക്കളൊക്കെ തന്നെയാണ്. പക്ഷെ എവിടെയെങ്കിലൊക്കെ സ്നേഹിക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, സമയം കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അവർക്ക് വയസ്സായി അവരവരുടെ പാട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കില്ല, അതിനേക്കാളും വലുതാണ് അവർക്ക് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ നൽകുന്ന സമയം, നിങ്ങളുടെ സ്നേഹം. അത് മാത്രം അവർ ആഗ്രഹിക്കുന്നു. ചെറുപ്പത്തിൽ അവർ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലുതാവുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ അച്ഛനും അമ്മയോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടാവും. അപ്പോൾ അവരത് ചെയ്തില്ലല്ലോ. അവർ നിങ്ങളുടെ ചിരിയും കളിയും നിങ്ങളുടെ കൊഞ്ചലും ഇതിനൊക്കെ കാണാൻ സമയം കണ്ടെത്തി. അമ്മ ഹോസ്റ്റലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അല്ല, അമ്മ ഹോസ്റ്റലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയി ചേർന്ന ഹോസ്റ്റലല്ല, ചെറുപ്പകാലത്ത് കിഡ്സ് ഹോം ഒക്കെ ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളിത് അതുപോലെ
അവര് നിങ്ങൾ കഥ പറഞ്ഞു തരാൻ പറഞ്ഞു, കഥ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ചെറുപ്പം തൊട്ട് വളർത്തി. അപ്പൊ അവർക്കും സമയക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട. അതിന്റെ പകരം ഒരു ഇത്തിരി നേരം അവർക്ക് വയസ്സായി അവന്റെ പാട്ടിൽ അവിടെ ഇരുന്നോട്ടെ, വന്നൊരു TV ഓൺ ചെയ്ത് കൊടുത്ത് വല്ല സീരിയൽ കണ്ടുകൊണ്ടിരുന്നോട്ടെ എന്ന് വിചാരിക്കാണ്ട് അവിടെ പോയി അന്നത്തെ എല്ലാം പറയാൻ പറ്റുന്ന പിന്നെ ചെറിയ ചെറിയ വിശേഷങ്ങൾ പറയുക. ആ പേരക്കുട്ടിയോടൊന്ന് എടുത്തിട്ട് അവൻ്റെ മടിയിലൊന്ന് വെച്ചു കൊടുക്കുക, മരുമകളൊന്ന് അടുത്ത് പോയിരിക്കുക. മകളാണെങ്കിൽ സ്വന്തം അച്ഛനമ്മയെ കാണാൻ എത്ര ദൂരാണെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് പോയി കണ്ടിട്ട് വരിക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജന്മം നൽകിയാൽ അവർക്കും ഒരു തൃപ്തി ഉണ്ടാവും, അവരുടെ മക്കളായെന്ന് നിങ്ങൾക്കൊരു പുണ്യം ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ ചിക്കൻ കറി, ഇത് നന്നായിട്ടുണ്ട്. ചിക്കൻ കറിന്ന് നിങ്ങൾ കൂട്ടിയിട്ട് പറയണം, ഞാൻ എന്താ പറയാ, നീ നന്നായിട്ടുണ്ടോ? നന്നായിട്ട് സൂപ്പറായിട്ട്. കള്ള, നീ ഇതിന് മാത്രം നന്നായിട്ട് പറയാനല്ലേ? മനസ്സിലായി അമ്മ ഉദ്ദേശം മനസ്സിലായി. പിന്നെ ചിക്കൻ കറി കൂട്ടി ഊണ് കഴിക്കാൻ ഉറപ്പായിട്ടും വരും. പിന്നെ നമ്മുടെ ഈ കറി കൂട്ടാൻ വരുമെന്ന് പറയാം. അപ്പൊ ഞാൻ അവരും കൂടി ഇരുന്ന് കഴിച്ചോളാം. അമ്മ വിളമ്പിട്ട് അവിടെ നിന്നാ മതി. ഓക്കെ ബൈ.